അൽകുമാർ ഈ പറയുന്ന പോലീസ് ആക്രമിച്ചു, പോലീസ് ലാത്തി ചാർജ് നടത്തി, ഇങ്ങനെ ഒരു MP ആശുപത്രിയിൽ ഇട്ടിരിക്കുന്ന ഒരാളെ ആണോ താങ്കൾ ഉൾപ്പെടെ അത് അംഗീകരിക്കാതെ ഈ രീതിയിൽ വിമർശിക്കുന്നത്? അല്ല, പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും. അവിടെ വൈകുന്നേരത്ത് ഷാഫി എത്തുന്നവരെ ഈ പ്രവർത്തകരാരും പിരിഞ്ഞു പോകാതെ അവിടെ തടിച്ചുകൂടിയത് ഇപ്രകാരത്തെ സംഭവം ഉണ്ടാക്കാനാണ്. അതിൻ്റെ ലക്ഷ്യം പോലീസുമായിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. ഒരു ലാത്തിച്ചാർജ് ഉണ്ടായാൽ ധാരാളം പേർക്ക് പരിക്ക് പറ്റേണ്ടതാണ്. ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയെന്ന് പറയുന്നു, പറ്റിയില്ല എന്നും പറയുന്നു. എന്തായാലും തൊട്ടടുത്തൊരു ആശുപത്രിയിൽ പോയിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ കാണാൻ തയ്യാറാകാതെ അദ്ദേഹം ബേബി മെമ്മോറിയലിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അതും പോലീസ് അന്വേഷിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കാര്യമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ്? കോൺഗ്രസിൻ്റെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം അവിടേക്ക് എഴുന്നള്ളുന്നു, അദ്ദേഹം വീരപുരുഷനായിട്ട് അവതരിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു, കോലാഹലം നടത്തുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രഖ്യാപനം നടത്തുന്നു. ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വീണ്ടും കൊണ്ടുവരാൻ പോകുന്നു. ഇതൊക്കെ നടക്കട്ടെ. ഈ കോൺഗ്രസ് നല്ല കോൺഗ്രസ്സാണ്. ഇത് ഷാഫി എന്ന് പറയുന്നത് എന്താ പ്രതീകമാണ്, ഐക്കണാന്നൊക്കെ പറഞ്ഞു. നല്ല ഐക്കണാണ്. ഒറ്റ ചവിട്ടിന് ഗർഭം കലക്കും എന്ന് പറയുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ, നിന്റെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാളെ ചുമന്നു കിടക്കുന്ന ആള് കേരളത്തിൻ്റെ ഐക്കണാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ശക്തിയെങ്കിലും വേണം. അത്യാവശ്യം തൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, വനിതകൾ, അവരെക്കുറിച്ചെങ്കിലും ഓർത്ത് ഇത്തരം ഐക്കണുകൾ ഉയർത്തിപ്പിടിക്കാവൂ. ഇല്ല, കുഴപ്പം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഐക്കണായിരുന്നു. ഒരാൾ ആരാണെന്നറിയണം, അയാളുടെ കൂട്ടുകാരനെ നോക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ കൂട്ടുകാരനെ എല്ലാവർക്കും മനസ്സിലാവും. അതാണ് വ്യക്തം. ഒറ്റ ചോദ്യമുള്ളൂ ഈ ചർച്ചയിൽ. നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ട ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല എന്ന് ഷാഫി പറമ്പിൽ പറയുമോ? ആ പെൺകുട്ടികളോട് സംസാരിക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല എന്ന് ഷാഫി പറമ്പിൽ പറയുമോ? ആണെങ്കിൽ ഷാഫി പറമ്പിൻ്റെ നിലപാടെന്താ? അത് സ്ത്രീപക്ഷ നിലപാടാണോ? ഇത് പറയാതെ ഐക്കണായാലും ഐക്കണെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ്. ഇതൊന്നും കാലണയുടെ വില നാട്ടിലുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി.